അന്ന് ഈ നാരായക്കവന്റെ അപ്പുറം വഴിക്കടവിൽ നിന്നൊരു ജാഥ പുറപ്പെട്ടു. ആ ജാഥയുടെ പേര് മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ പ്രചരണ ജാഥ എന്നായിരുന്നു. ആ ജാഥയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. പറഞ്ഞു വന്നത്, ജില്ലക്കെതിരെ സമരം നടത്തിയതിന്റെ കുറ്റബോധം കോൺഗ്രസിന്റെ മനസ്സിലുണ്ട്. ആ കുറ്റബോധം കൊണ്ട് ഇങ്ങനെ പറയുന്നതാണ്. നമുക്കത് ക്ഷമിച്ചു കളയാം, അത്രേ ഉള്ളൂ. നമുക്ക് മറ്റ് വിശദാംശങ്ങൾ കൂടെ പരിശോധിക്കാം. CPIM-നും മലപ്പുറം ജില്ലാ രൂപീകരണത്തിൽ താല്പര്യമുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ ഡാറ്റാ ഷീറ്റ്. അതിന്റെ ബാക്കിയാണ് നമ്മൾ വായിക്കുന്നത്. അതുവഴി മുസ്ലിങ്ങളെയും ലീഗിനെയും ഒപ്പം നിർത്താനാകുമെന്നും CPIM താല്പര്യപ്പെട്ടു അന്ന്. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലാ രൂപീകരണത്തിലേക്ക് പോയത് എന്ന് വിലയിരുത്തപ്പെടുന്നു. ഭരണപരമായും ജനസംഖ്യാപരമായും ന്യായമായ ആവശ്യമായിരുന്നു മലപ്പുറം ജില്ലാ രൂപീകരണം എന്നതും വസ്തുതയായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. മലപ്പുറത്തെ എതിർത്ത ജനസംഘം രൂപീകരണത്തിന് മുമ്പേ ഹിന്ദുത്വ സംഘടനകളാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മലപ്പുറം രൂപീകരണത്തിനെതിരെ 1969 മാർച്ച് 6-ന് മാപ്പിളസ്ഥാൻ വിരുദ്ധ ദിനം എന്ന പേരിൽ ജില്ലാ വിരുദ്ധ കൺവെൻഷൻ ഈ ഹിന്ദുത്വ സംഘടനകൾ നടത്തി. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ജനസംഖ്യം അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന AB വാജ്പേയി ആയിരുന്നു എന്ന് ചരിത്രം പറയുന്നു. 1969 ജൂൺ 2 മുതൽ ജൂലൈ 16 വരെ കോഴിക്കോട് കലക്ട്രേറ്റ് പടിക്കൽ സത്യാഗ്രഹ സമരം നടത്തി ഹിന്ദുത്വ സംഘടനകൾ. ഡൽഹിയിൽ നിന്നെത്തിയ ജനസംഘം പ്രവർത്തകർ കലക്ടറുടെ മുറിയിലെ ഫയലുകൾ നശിപ്പിച്ച് വലിയ പ്രതിഷേധമാണ് നടത്തിയത്. മലപ്പുറം ജില്ല യാഥാർത്ഥ്യമായതോടെ സമരം കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് മാറ്റുകയായിരുന്നു. മലപ്പുറം വിരുദ്ധ സമരം അങ്ങോട്ടേക്ക് തന്നെ മാറ്റി. ജനസംഘത്തിനൊപ്പം കോൺഗ്രസ് പാർട്ടിയും മലപ്പുറം രൂപീകരണത്തിനെതിരായിരുന്നു എന്നൊരു വസ്തുതയാണ്. കോൺഗ്രസ് ഇതിനെതിരെ എടുത്ത നിലപാട് ചരിത്രത്തിലുണ്ട്. കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് കൂടിയായ ആര്യാടൻ മുഹമ്മദ്. ആര്യാടന്റെ നേതൃത്വത്തിൽ വഴിക്കടവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ജില്ലാ വിരുദ്ധ യാത്ര സംഘടിപ്പിച്ചു എന്നത് വസ്തുതയാണ്. അതാണ് M. സ്വരാജ് ചൂണ്ടിക്കാണിച്ചത്. സാമുദായിക സൗഹാർദ്ദം തകരുമെന്നും സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നും കോൺഗ്രസ് അന്ന് ആരോപിച്ചു. അതായിരുന്നു മലപ്പുറം വിരുദ്ധതയ്ക്ക് അവരുടെ കാരണം.